അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സലാം. അസ്സലാമു അലൈക്കും. ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥ യഥാർത്ഥമല്ല. പക്ഷേ ഒരു ഉമ്മാക്കും ഈ കഥയിലെ ദുരിതങ്ങളും മാനസികാവസ്ഥയും വരാതിരിക്കാൻ മക്കളായ നിങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയും ഒരു ഉണർത്ത് പാട്ടായിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണിത്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, കോടാനുകോടി നക്ഷത്രഭുജങ്ങൾ ഇവയെല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നിന്നെ വാഴ്ത്താതെ, നിന്നെ സ്തുതിക്കാതെ, നിനക്ക് സങ്കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും അർപ്പിക്കാതെ ഒന്നും തുടങ്ങാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഒന്നും അവസാനിപ്പിക്കാനും. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു. എൻ്റെ ഉമ്മ, അതെ എൻ്റെ ഉമ്മ. ഉമ്മ എന്നുമ്മ, ഉമ്മ എന്നുമ്മ, ഉയിരായുമ്മ, ഒളിവായുമ്മ, ഉയിരായുമ്മ, ഒളിവായുമ്മ, അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മ എന്നുമ്മ, ഉയിരായുമ്മ, ഒളിവായുമ്മ, ഉയിരായുമ്മ, ഒളിവായുമ്മ. വരൂ, നമുക്ക് വലിയകം തറവാട്ടിലേക്ക് പോകാം. ഒരുപാട് നന്മകൾ ഉയരുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ വലിയകം തറവാട്. മുറ്റത്ത് കുറച്ചാളുകൾ അതാ പന്തലുള്ള കാലുകൾ നാട്ടുകയാണ്. ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു മനുഷ്യനെ കാണൂ. മുഖം നിറയെ തറവാടിൻ്റെ പ്രൗഢിയും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന വിനയവും ഒരുപോലെ ജ്വലിക്കുന്നു. അതാണ് ഹംസാജി, അതായത് അഡ്വക്കേറ്റ് നാസറിൻ്റെയും ഡോക്ടർ ഹബീബിൻ്റെയും ഉപ്പ. ഹംസാജി കുടിക്കാൻ കഞ്ഞിവെള്ളവുമായി വരുന്ന സ്ത്രീയെ നിങ്ങൾ കാണൂ. അതാണ് ഖദീജ താത്ത, ഹംസാജിയുടെ പ്രിയ പത്നി. മനസ്സ് നിറയെ സ്നേഹവും കാരുണ്യവുമുള്ള ഖദീജ താത്ത ഹംസാജിക്കെന്നും താങ്ങും തണലുമായിരുന്നു. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ഖദീജ താത്താൻ്റെ ആശ്വാസവാക്കുകൾ ഹംസാജിക്ക് വലിയ സമാധാനമാണ് നൽകാറുള്ളത്. മതഭക്തയായ ഒരു പാവം സ്ത്രീ. ഹംസാജി ഭാര്യയോട് ചോദിച്ചു, എന്താ കൈജ, എൻ്റെ മുഖത്തൊരു വെല്ലായ്മ? ഏയ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മനസ്സ് നിറയെ സന്തോഷ. പെൺകുട്ടികളില്ലാത്ത നമുക്ക് അള്ളാഹു 2 പെൺകുട്ടികളെ മരുമക്കളായി തരാൻ പോകുകയല്ലേ. കൈജ, വല്ലാതൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇപ്പോഴത്തെ കാലവും കുട്ടികളും എങ്ങനെ പെരുമാറാന്ന് പറയാൻ പറ്റൂലല്ലോ. ഹംസാജി ഒരു ഉപദേശം പോലെ പറഞ്ഞു. ജ് ബേജാറാകാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ലെങ്കിലും എന്നെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കും കജൂലല്ലോ. അള്ളാഹു നല്ലതേ വരുത്തൂ. ജ് ചെല്ല്. ഹംസാജിത് പറഞ്ഞപ്പോൾ ഖദീജ താത്താൻ്റെ മുഖം വിടർന്നു. അങ്ങനെ വിവാഹ സുദിനമെത്തി. വർണ്ണശോഭയേറും നാളുകൾ, വിവാഹത്തിനാനന്ദവേളകൾ. വർണ്ണശോഭയേറും നാളുകൾ, വിവാഹത്തിനാനന്ദവേളകൾ. മനസ്സിൽ സന്തോഷത്തിൻ രാവുകൾ. മാതാപിതാക്കളിൽ ആഹ്ലാദ നിമിഷങ്ങൾ. മാതാപിതാക്കളിൽ ആഹ്ലാദ നിമിഷങ്ങൾ. നഹ്മദുകല്ല, നുനസിഹുകല്ല, സ്തുതി നിനക്കല്ല, സ്തോത്രവുമല്ല. അൻഅംത അലൈനാ ബിയൗമി നികാഹി യാ അല്ലാഹ്, അബ്കൈതനാ ലിയൗമി സിഫാഫി യാ അല്ലാഹ്. വർണ്ണശോഭയേറും നാളുകൾ, വിവാഹത്തിനാനന്ദവേളകൾ. വർണ്ണശോഭയേറും നാളുകൾ, വിവാഹത്തിനാനന്ദവേളകൾ. മനസ്സിൽ സന്തോഷത്തിൻ രാവുകൾ. മാതാപിതാക്കളിൽ ആഹ്ലാദ നിമിഷങ്ങൾ. മാതാപിതാക്കളിൽ ആഹ്ലാദ നിമിഷങ്ങൾ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിവാഹ കർമ്മങ്ങൾ മംഗളമായി കഴിഞ്ഞു. വലിയകം തറവാട് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളിലാണ്. നാസറിൻ്റെ ഭാര്യയായ ജാരിയയും ഹബീബിൻ്റെ ഭാര്യയായ ഹാജറയും വലിയകം തറവാടിൻ്റെ മക്കളായി. മരുമക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും ചിട്ടവട്ടങ്ങൾ പറഞ്ഞുകൊടുത്തും ഖദീജ താത്ത അവരെ അതിരറ്റ് സ്നേഹിച്ചു. ഖദീജ താത്താൻ്റെ സന്തോഷം കണ്ട് ഹംസാജിയുടെ മനസ്സിൽ സംതൃപ്തിയും സമാധാനവും നിറഞ്ഞു.
ദിവസങ്ങൾ പലതും കഴിഞ്ഞു. ഒരു ദിവസം രാത്രി സമയം 10 മണിയായി. ഉമ്മറത്ത് ചാരുകസേലയിലിരിക്കുന്ന ഹംസാജിയുടെ അടുത്തേക്ക് ഖദീജ താത്ത വന്നു. എന്താ, നമ്മുടെ മക്കളെ കാണാനല്ലോ, എന്താ പറ്റിയതാവോ? ആ സ്വരത്തിലെ പരിഭ്രാന്തിയും വിഷമവും ഹാജിയാർക്ക് മനസ്സിലായി. കൈജ, പണ്ടത്തെ കാലല്ലല്ലോ, ഓൾക്ക് എവിടെയെങ്കിലും പോകാണ്ടാകും, ഇങ്ങനെ ബേജാറാകണ്ട, ഓല് വന്നോളും. ഹാജിയാർ ഖദീജ താത്തയെ സമാധാനിപ്പിച്ചു. സമയം പിന്നെയും കടന്നുപോയി. ഒടുവിൽ അതാ അവരുടെ കാർ വീട്ടുമുറ്റത്തെത്തി. അൽഹംദുലില്ലാ, കാറിൻ്റെ ശബ്ദം കേട്ട ഖദീജ താത്ത കട്ടിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അതുവരെ ആ ഉമ്മയുടെ മനസ്സിൽ തീയായിരുന്നു. ഹംസാജി ഖദീജ താത്താനെ ചൂണ്ടിക്കാട്ടി മക്കളോട് പറഞ്ഞു, നിങ്ങൾ എവിടെയായിരുന്നു കുട്ടികളെ? ഇവിടെ ഒരാൾ തീയുമായി നടക്കുകയായിരുന്നു. ഖദീജ താത്ത പറഞ്ഞു, ഇല്ല മക്കളെ, സാരല്ല, നിങ്ങൾ തുണിയും കുപ്പായം മാറ്റി പെട്ടെന്ന് വരും, ഞാൻ ചോറ് വിളമ്പാം. ഖദീജ താത്ത അടുക്കളയിലേക്ക് തിരിഞ്ഞു. നാസർ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, അത് ഞങ്ങൾ പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചുമ്മ. ഖദീജ താത്ത മക്കളെ മാറി മാറി നോക്കി. ആ മുഖം വിഷമവും അമ്പരപ്പും കൊണ്ട് വിങ്ങിയിരുന്നു. ഹബീബും നാസറും ഭാര്യമാരും മെല്ലെ മെല്ലെ അവരുടെ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹംസാജി ഖദീജ താത്താൻ്റെ അരികിലേക്ക് വന്നു. ഓല് കഴിച്ചല്ലോ, പിന്നെ എന്തിനാ അജ്ജ് വിഷമിച്ചണേ? നമുക്ക് കിടക്കാം, നാളെ നേരത്തെ അങ്ങാടിക്ക് പോകാനുള്ളതാ. ഹംസാജി ഖദീജ താത്തയുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ വെച്ച് ജാര്യ ചോദിച്ചു, നാസർക്ക, നിങ്ങളെന്താ വല്ലാതെ പരിങ്ങിക്കളിച്ചത്? പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിൽ എന്താ തെറ്റ്? അതല്ല ജാരിയ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പതിവ് ഇവിടെ ഇല്ല. ഉമ്മ ഭക്ഷണമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ആ ഒരു വിഷമം ഉമ്മാക്കുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ. ഓ, അതിപ്പോൾ വലിയ കാര്യമാണോ? ഞാൻ മാത്രമല്ലല്ലോ, ഹാജരയും പറഞ്ഞിട്ടല്ലേ. അല്ലെങ്കിലും ഇവിടെ മാറ്റേണ്ട കുറേ പഴഞ്ചൻ രീതികളൊക്കെ ഉണ്ട്. നിങ്ങൾക്കും ആ ബോധമല്ലേ? ജാരിയയുടെ അതൃപ്തിയുടെ ആഴം അവളുടെ മുഖഭാവത്തിൽ നിറഞ്ഞത് നാസർ കണ്ടു. മറുപടിയൊന്നും പറയാതെ നാസർ കട്ടിലിലേക്ക് ചാഞ്ഞു. ആ സമയം താഴെ ഹംസാജി കട്ടിലിൽ കണ്ണും തുറന്ന് കിടക്കുകയായിരുന്നു. മനസ്സിൽ ഒരു അശാന്തി പടരുന്നു. നല്ലതല്ലാത്ത എന്തൊക്കെയോ നടക്കാൻ പോകുന്നുവെന്ന തോന്നൽ. റബ്ബേ, എല്ലാം നിന്നിൽ ബരമേൽപ്പിക്കുകയാണ്, കാക്കണേ. എൻ്റെ ഖദീജാനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നടത്തല്ലേ. ഹംസാജി ദ്വായോടെ ചെരിഞ്ഞു കിടന്നു. മാസങ്ങൾ കഴിഞ്ഞു. അന്നൊരു തിങ്കളാഴ്ച ദിവസം. വ്യസനത്താൽ കണ്ണീർ പൊഴിച്ചിടലായി, വ്യതയാലെ പൊന്നുമ്മ തേങ്ങലായി, വ്യസനത്താൽ കണ്ണീർ പൊഴിച്ചിടലായി. സ്നേഹം നൽകിയ മലരേ, മോഹങ്ങൾ തന്നുള്ള കനിയേ, സ്നേഹം നൽകിയ മലരേ, മോഹങ്ങൾ തന്നുള്ള കനിയേ, കൽബിൽ തെളിയും ഓർമ്മകൾ കൺമണിയെ ഓർക്കുമ്പോൾ, കൽബിൽ തെളിയും ഓർമ്മകൾ കൺമണിയെ ഓർക്കുമ്പോൾ, യാ അല്ലാ സ്വർഗത്തിൽ ചേർക്കണേ, പുതുമാരനോടൊത്ത് ഒരുമിക്കണേ, യാ അല്ലാ സ്വർഗത്തിൽ ചേർക്കണേ, പുതുമാരനോടൊത്ത് ഒരുമിക്കണേ. ഉടയോന്റെ വിളിനാദം വന്നിടലായി, ഉപ്പ മരണത്തെ പുൽകിടലായി, വേർപെട്ടുപോയി സ്നേഹപൂമതി, വേർപെട്ടുപോയി സ്നേഹപൂമതി, വ്യതയാലെ പൊന്നുമ്മ തേങ്ങലായി, വ്യസനത്താൽ കണ്ണീർ പൊഴിച്ചിടലായി, വ്യതയാലെ പൊന്നുമ്മ തേങ്ങലായി, വ്യസനത്താൽ കണ്ണീർ പൊഴിച്ചിടലായി, വ്യതയാലെ പൊന്നുമ്മ തേങ്ങലായി, വ്യസനത്താൽ കണ്ണീർ പൊഴിച്ചിടലായി. റബ്ബിൻ്റെ വിളിയാളം വന്നു. ഹംസാജിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ഖദീജ താത്താൻ്റെ ചുറ്റും ലോകം വിറങ്ങലിച്ചതുപോലെ. ഇടനെഞ്ചിലെ വേദന താങ്ങാനാവാതെ ഖദീജ താത്ത ഇരുന്ന ഇരിപ്പിൽ ഒരു വശത്തേക്ക് വീണുപോയി. എൻ്റെ റബ്ബേ, എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണല്ലോ എന്നെ വിട്ടുപോയത്, എങ്ങനെ ഞാൻ സഹിക്കും?
കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരണവാർത്തറിഞ്ഞ് ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടി. അതാ ആ ജനാസ പള്ളിക്കാട്ടിൽ ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു. വീട്ടിൽ ഖദീജ താത്താനെ സമാധാനിപ്പിച്ച് മക്കളും മരുമക്കളും അടുത്തുണ്ട്. പക്ഷേ ആ കൽപ്പിൻ്റെ വേദന അതാർക്കും അളക്കാനാകുമായിരുന്നില്ല. ഹംസാജ് മരണപ്പെട്ടതോടുകൂടി ഖദീജ താത്താക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു. ഇടയ്ക്കിടെ ഈ പ്രിയ ഭർത്താവിൻ്റെ മുഖം മനസ്സിൽ നിറയും. അപ്പോൾ ആ കണ്ണുകൾ നിറയും. ദിവസങ്ങൾ പിന്നെയും പലതും കഴിഞ്ഞു. ഖദീജ താത്ത പതുക്കെ പതുക്കെ വേദനകൾ അടക്കി വെച്ച് വീട്ടുകാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ മക്കൾക്ക് ഇനി ഞാനല്ലേ ഉള്ളൂ എന്ന ചിന്ത ഖദീജ താത്താക്ക് ഊർജം പകർന്നു. ഒരു ദിവസം ഖദീജ താത്ത ജനൽപ്പാടുകൾക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ഖദീജ താത്ത മുറ്റത്തേക്കിറങ്ങി. അവരോടൊപ്പം നാസറും ഹബീബും ഉണ്ടല്ലോ. ഖദീജ താത്ത നാസറിനോട് ചോദിച്ചു, മോനെ നാസറെ, എന്താ ഇവിടെ? ഉമ്മയോട് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോനെ കാര്യം? ഞാനൊരു വീട് പണിയാൻ പോകുകയാണുമ്മ. തിരക്കിനിടയിൽ പറയാൻ മറന്നു. ഇന്ന് തറയുടെ പണി തുടങ്ങുകയാ. ഖദീജ താത്ത നാസറിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു നിന്നെ കാക്കട്ടെ. ഖദീജ താത്ത തിരിഞ്ഞു നടക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുകയായിരുന്നു. എന്നാലും എൻ്റെ മോനൊന്ന് അറിയിക്കാമായിരുന്നു. ആ ഉമ്മ തട്ടത്തിൻ്റെ അറ്റം കൊണ്ട് കണ്ണു തുടച്ചു. എങ്കിലും ആ മാതാവിൻ്റെ ഹൃദയം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മോൻ്റെ വീട് പണി നല്ല നിലയിൽ പൂർത്തിയാക്കി കൊടുക്കണമേ. അങ്ങനെ നാസറിൻ്റെ വീട് പണി കഴിഞ്ഞു. നാസറും ജാരിയയും പുതിയ വീട്ടിലേക്ക് താമസം മാറി. ജാരിയയുടെ സ്വഭാവം പതിയെ മാറി. പല സമയത്തായി ഖദീജ താത്താക്ക് അത് അനുഭവപ്പെട്ടു. ഇപ്പോൾ തറവാട്ടിൽ ഹാജറയും ഹബീബും ഖദീജ താത്തയുമാണ് താമസിക്കുന്നത്. മക്കളോടുള്ള സ്നേഹം കൊണ്ട് ഖദീജ താത്ത 2 വീട്ടിലെ പണികളും ചെയ്തു കൊടുക്കും. പതിയെ പതിയെ ഖദീജ താത്ത ആ വീടുകളിൽ ജോലിക്കാരുടെ സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു. അല്ല പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയെ നോക്കേണ്ട മക്കൾ അവരെ അങ്ങനെയാക്കുകയായിരുന്നു. ജാരിയ ഇപ്പോൾ തറവാട്ടിലേക്ക് വരാതെയായി. പൊങ്ങച്ചത്തിൻ്റെ ആധുനികതയിലേക്ക് ജാരിയ മാറുകയായി. ഇതെല്ലാം കണ്ട് ഇവിടെ ഹാജറക്കും ഇരിക്കപ്പൊറുതി ഇല്ലാതെയായി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്ന ഹബീബിൻ്റെ അടുത്തേക്ക് ഹാജറ വന്നുകൊണ്ട് പറഞ്ഞു, ഹബീബിക്ക. എന്താ ഹാജറ? ഹബീബിക്ക, എന്തിനീ പഴയ വീട്ടിൽ തന്നെ കഴിയുന്നത്? ഇത് വിറ്റ് ടൗണിൽ നല്ലൊരു വീട് വാങ്ങിക്കൂടെ? അതല്ലേ സ്റ്റാറ്റസിനും നല്ലത്. എനിക്ക് വയ്യ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാം. നോക്ക്, ജാരിയെ കണ്ടില്ലേ? ഞാൻ അവളുടെ മുമ്പിൽ ചെറുതായി പോകാണ്. എൻ്റെ ഒരു വിധി, അല്ലാതെന്താ പറയുക? ഹാജറ കരഞ്ഞുകൊണ്ട് ഹബീബിൻ്റെ മനസ്സിലേക്ക് കയറി. ഉമ്മ വിളി കേട്ട് ഖദീജ താത്ത തിരിഞ്ഞു നോക്കി. മുമ്പിൽ ഹബീബും ഹാജറയും മുഖം നിറയെ പുഞ്ചിരി. പടച്ചവനെ, എത്ര ദിവസമായി ഇങ്ങനെ ഒരു വിളി കേട്ടിട്ട്. ഇതുപോലൊന്ന് ചിരിച്ചിട്ട് മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ അലിഞ്ഞില്ലാതെയായി. ഖദീജ താത്ത വാത്സല്യപൂർവ്വം ചോദിച്ചു, എന്താ മക്കളെ? അല്ല ഉമ്മ, ഒരു കാര്യം പറയാനുണ്ട്. ഹബീബ് മെല്ലെ തുടക്കമിട്ടു. എന്താ മോനെ? എന്താണെങ്കിലും പറയൂ. ഉമ്മാക്കറിയില്ലേ, എൻ്റെ ജോലി തിരക്കും മറ്റും. അതുകൊണ്ട് ടൗണിലൊരു വീടുണ്ടാകുന്നതല്ലേ നല്ലത്. ഈ ഉൾനാട്ടിൽ തന്നെ കഴിഞ്ഞാൽ എനിക്കൊരു കര പറ്റാൻ കഴിയില്ല. അതിനെന്താ മോനെ ചെയ്യേണ്ടത്? ഖദീജ താത്ത ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. ഉമ്മ, നമുക്ക് ഈ വീട് വിറ്റ് ടൗണിലേക്ക് പോകാം. അതിനുമ്മ സമ്മതം തരണം. മാത്രമല്ല ഇതിൻ്റെ അവകാശം നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. ഹബീബിൻ്റെ വാക്കുകൾ കേട്ട് ഖദീജ താത്ത ഒരു നിമിഷം തരിച്ചുപോയി. പടച്ചവനെ, ബാപ്പ ഉണ്ടാക്കി ഈ വീട് വിൽക്കാനോ? എന്തിനാ മോനെ? ഇതിനെന്താ കുഴപ്പം? ഈ ഉമ്മാക്ക് എന്നെപ്പറ്റി ഒരു ചിന്തയുമില്ല. ടൗണിലാണെങ്കിൽ എനിക്ക് ധാരാളം വരുമാനം ഉണ്ടാകും. ഉമ്മ കൂടുതലൊന്നും ചിന്തിക്കണ്ട. നാളെ 1-2 പേര് വരും. ചില പേപ്പറിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അതും പറഞ്ഞുകൊണ്ട് ഹബീബും ഹാജറയും ബെഡ്റൂമിലേക്ക് തിരിച്ചുപോയി. പാവം ഖദീജ താത്ത. അവരറിഞ്ഞില്ല ജീവിതം ദുരന്തക്കടലിലേക്കാണ് പോകുന്നതെന്ന്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹബീബിൻ്റെ പുതിയ വീട്ടിൽ ആ ഉമ്മ ഭാണ്ഡങ്ങൾക്കൊപ്പം നടന്നു കയറി. പ്രിയ ശ്രോതാക്കളെ, വർഷങ്ങൾ കഴിഞ്ഞു. ഹബീബിനും നാസറിനും കുട്ടികളായി. അവർ സ്കൂളിൽ പഠിക്കുന്ന കാലമായി. ഖദീജ താത്തയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഒരു സ്നേഹവാക്ക് 2 മക്കളുടെ അടുത്തൊന്നും കേൾക്കാറില്ല. 2 വീട്ടിലും താമസിക്കുവാൻ മാറി മാറിപ്പോകും. ആ ഉമ്മയുടെ വില മക്കൾ അറിഞ്ഞില്ല. ആ കണ്ണുകൾ കരയാത്ത ദിവസങ്ങളില്ല. എല്ലാം പടച്ച റബ്ബിനോട് പറയാനല്ലാതെ ഖദീജ താത്താക്ക് മറ്റൊന്നും കയ്യില്ലായിരുന്നു. ആധുനികത വാരിപ്പുണർന്ന വീടുകളിൽ ടെലിവിഷന്റെ സ്ഥാനം പോലും ആ ഉമ്മാക്കുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ വചനങ്ങൾ മറന്ന് സമൂഹത്തിലെ സ്റ്റാറ്റസിനനുസരിച്ച് മക്കളും മരുമക്കളും മാറിയപ്പോൾ അവരുടെ പെരുമാറ്റവും സ്വഭാവം ദീനിന് നിരക്കാത്തതായി. എന്നിട്ടും പടച്ചവനെ, എൻ്റെ മക്കളെ നീ കാക്കണേ എന്ന ദുആയോടെ നിസ്കാരപ്പായയിൽ ഇരുന്ന് കരഞ്ഞു. നേർന്ന മനസ്സുമായി കഴിയുന്ന ആ ഉമ്മാക്ക് ഒരു സമാധാനം കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ഉമ്മയുടെ ശരീരത്തിന് പഴയ പോലെ പണിയെടുക്കാൻ കഴിയാതെ തളർച്ച ബാധിച്ചു തുടങ്ങി. മരുമക്കൾ ചിന്തിച്ചത് പുതിയൊരു വേലക്കാരിയെ വെക്കണം, ഈ തള്ളയൊന്ന് ഒഴിവാക്കണം. അതിനെന്താ വഴി? ഉമ്മയായതുകൊണ്ട് പിരിച്ചുവിടാൻ പറ്റുകയുമില്ലല്ലോ. ഒരു ദിവസം ഹബീബ് ജോലി കഴിഞ്ഞ് വന്നു. ഈ സമയം ഹാജർ ഹബീബിനോട് സ്വകാര്യത്തിൽ പറഞ്ഞു,
ഹബീബിക്ക, ഈ ഉമ്മ നിങ്ങളുടെ മാത്രം ഉമ്മയാണോ? അല്ല, എൻ്റെയും മിക്കയുടെയും ഉമ്മയാണ്. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഉമ്മ കൂടുതൽ ദിവസം എവിടെയാണ് കഴിയുന്നത്? എന്താ, നാസർക്കയുടെയും ഉമ്മയല്ലേ? നിങ്ങളെപ്പോലെ ബാധ്യത അവർക്കുമില്ലേ? അതുകൊണ്ട് ഒരാഴ്ച ഇവിടെയാണെങ്കിൽ ഒരാഴ്ച അവിടെ ആക്കണം. കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം ഉമ്മാനെയും കൂടെ നോക്കാൻ വയ്യ. നിങ്ങളെന്താ എന്നെ മനസ്സിലാക്കാത്തത്? ശരിയാണ് ഹാജറ, പക്ഷേ ഞാൻ എങ്ങനെ ഉമ്മയോട് ഈ കാര്യം പറയും? ഛേ, നിങ്ങൾ ഡോക്ടറല്ലേ? സ്വന്തം ഉമ്മയോട് പോലും ഒരു കാര്യം പറയാൻ കഴിയാത്ത നിങ്ങൾ എന്ത് ഡോക്ടറാണ്? ഛേ, നാണക്കേട്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഹാജറ മുഖം വീർപ്പിച്ച് മാറിയിരുന്നു. ഹബീബ് അവസാനം ഉമ്മയോട് കാര്യം പറഞ്ഞു. ഖദീജ താത്ത മറുത്തൊന്നും പറഞ്ഞില്ല. അവർ ഹംസാജിയെ ഓർത്തുപോയി. കഴിഞ്ഞ കാലം മനസ്സിൽ നിറയുന്നു. ഹബീബിനെയും നാസറിനെയും വളർത്തിയ കാലം. വളരെ കഷ്ടപ്പെട്ടാലും എത്ര സന്തോഷത്തോടെ, എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് അവരുടെ കൈകാലം വളരുന്നത് കണ്ടു നിന്നത്. റബ്ബേ കാക്കണേ. ആ പാവത്തിൻ്റെ നെഞ്ചിൽ വിങ്ങലുണ്ടായി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖദീജ താത്തയുടെ ശരീരത്തിൻ്റെ ക്ഷീണം പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. വേദനിച്ച് നീര് വന്ന് വീർത്ത കാലുമായി അവർ ഓരോ ആഴ്ചയും 2 പേരുടെയും വീടുകളിലേക്ക് മാറി മാറി യാത്രയായി. വേച്ചുള്ള ആ പോക്ക് കണ്ടാൽ ആർക്കും മനം പൊട്ടും. പക്ഷേ സ്വന്തം മക്കൾക്ക് ആ വേദന കാണാനുള്ള സമയമില്ലായിരുന്നു. തിരക്കിട്ട ജീവിതവും ഭാര്യമാരുടെ സ്വഭാവവും അവരെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ലോകത്തു നിന്നും അകറ്റി. ഒരു ദിവസം, അന്ന് ഖദീജ താത്ത ഹബീബിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്. ഖദീജ താത്ത ഭാണ്ഡങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി. പിന്നിൽ നിന്നും ജാരിയുടെ കനത്ത ശബ്ദം കേട്ട് ഖദീജ താത്ത തിരിഞ്ഞു നോക്കി. പിന്നെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരരുത്, കുട്ടികൾക്ക് പരീക്ഷയാണ്. പാവം ഖദീജ താത്ത തല കുലുക്കുക മാത്രം ചെയ്തു. പിന്നെ ഹബീബിൻ്റെ വീട്ടിലേക്ക് തന്നെ നടന്നു. ഒരാഴ്ച കഴിഞ്ഞു. ഹാജറ ഹബീബിൻ്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, അല്ല ഹബീബിക്ക, എന്താ നിങ്ങളുടെ ഉമ്മ അങ്ങോട്ട് പോകാത്തത്? ഇന്ന് ഇക്കയുടെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമല്ലേ? ശരിയാണല്ലോ. ഹബീബ് ഖദീജ താത്തയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഉമ്മ, ഇന്ന് ഇക്കയുടെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമല്ലേ? ഖദീജ താത്ത പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മോനെ, ഓലെ കുട്ടികൾക്ക് പരീക്ഷയാണ്, അതുകൊണ്ട് ഈ ആഴ്ച അങ്ങോട്ട് ചെല്ലരുതെന്നാ പറഞ്ഞത്. ഈ സമയം ഹാജറ ദേഷ്യത്തോടെ ഖദീജ താത്തയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ ശരിയാകില്ല. ഞങ്ങൾക്കിന്ന് ടൂർ പോകാനുള്ളതാണ്. നിങ്ങളിവിടെ നിന്നാൽ ഞങ്ങൾ എങ്ങനെ ടൂർ പോകും? ഹബീബ് മുഖം കടുപ്പിച്ച് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കല്ലേ. ഇവിടെ സ്വസ്ഥതയാണ് വേണ്ടത്. അല്ലെങ്കിലും ഇന്ന് ഇക്കയുടെ വീട്ടിൽ പോകേണ്ട ദിവസമല്ലേ? അതുകൊണ്ട് ഉമ്മ ഇന്ന് ഇക്കയുടെ വീട്ടിലേക്ക് പോകണം. ഖദീജ താത്താൻ്റെ മുഖം കുനിഞ്ഞു. ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഭൂമിയിലേക്ക് പതിച്ചു. ശരി മോനെ. ആ പാവം സ്ത്രീ തൻ്റെ ഭാണ്ഡക്കെട്ടെടുത്ത് മാറോടടക്കി വീടിൻ്റെ പടിയിറങ്ങി. നാസറിൻ്റെയും ജാരയുടെയും വീട്ടിലെത്തിയ ഖദീജ താത്തയെ കണ്ട് കുട്ടികൾ വല്ലുമ്മ വല്ലുമ്മ എന്ന് വിളിച്ച് ഓടി വന്നു. ശബ്ദം കേട്ട് വന്ന ജാരിയ ഖദീജ താത്തയെ കണ്ട ദേഷ്യത്തിൽ മക്കളെ അടിക്കാൻ തുടങ്ങി. വല്ലുമ്മ വല്ലുമ്മന്ന് ആരെങ്കിലും കേട്ടാൽ മോശമാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കിയത് ഇതിനാണോ? എന്താടാ വല്ലുമ്മക്ക് ഇംഗ്ലീഷിൽ പറയുക? കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ. പിന്നെ എന്താ അങ്ങനെ വിളിക്കാതിരുന്നത്? ഈ സമയം ഖദീജ താത്ത ജാരിയയുടെ കൈ പിടിച്ചു പറഞ്ഞു, മോളെ, എന്തിനാ ഓല അടിക്കുന്നത്? ഈ സമയം ജാരിയ ഒരു സിംഹത്തെ പോലെ ഖദീജ താത്താക്ക് നേരെ ചീറി. വിശക്കുന്ന വയറുമായി വീതം വിടും മനസ്സുമായി വലയും പാവം. വിശക്കുന്ന വയറുമായി വീതം വിടും മനസ്സുമായി വലയും പാവം. പിരിശത്തിൽ പോറ്റി വളർത്തിയ മക്കൾ നൽകിയ സമ്മാനം. യേ ദുനിയാ കഹർ, യേ ദുനിയാ കഹർ, മേരെ ഉദാസ് ഹേ ഹർ ദിലോ മേ अंधेरा है. ये दुनिया कहर, ये दुनिया कहर, मेरे उदास है हर दिलों में अंधेरा है. ഉമ്മ ഉമ്മ നിങ്ങളോട് ചൊല്ലിയില്ലേ, അരുതെന്ന് പറഞ്ഞില്ലേ, അലംഭാവം ചെയ്യല്ലേ, നാണമാനവുമില്ലാതെ നിങ്ങൾ വന്നിടുന്നു വല്ലാതെ. പോകൂ പോകൂ. ഛേ, മാറി നിൽക്ക് തള്ളേ.
എൻ്റെ മക്കളെ നോക്കാൻ എനിക്കറിയാം. ജാരിയ ഉറക്കെ പറഞ്ഞു. അല്ല, നിങ്ങളോടല്ലേ ഈ ആഴ്ച ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത്? പിന്നെന്തിനാ എങ്ങോട്ട് എഴുന്നള്ളിയത്? അത് മോളെ, അവരെടുക്കോ പോകാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ഹബീബ് വരും, അപ്പോൾ ഞാൻ പോയിക്കൊള്ളാം. ഖദീജ താത്ത ക്ഷീണസ്വരത്തിൽ ജാരിയയോട് പറഞ്ഞു. അതൊന്നും എനിക്ക് കേൾക്കേണ്ട. എനിക്ക് എൻ്റെ കുട്ടികളുടെ ഭാവിയാ വലുത്. നിങ്ങളുണ്ടായാൽ ഇവരുടെ പഠനം നടക്കുകയില്ല. പോയിക്കൊള്ളിയും. ജാരിയ ഖദീജ താത്താന്റെ കൈ പിടിച്ച് വീടിന് പുറത്താക്കി വാതിൽ വലിച്ചടച്ചു. മോളെ ജാരിയ, വാതിൽ തുറക്ക്. മോളെ ജാരിയ, വാതിൽ തുറക്ക്. ഉമ്മയാണ് പറയുന്നത്. മോളെ വാതിൽ തുറക്ക്. 2 ദിവസം കൂടി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ, ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കൂല. മോളെ വാതിൽ തുറക്ക്. ഖദീജ താത്ത എത്ര കേണ് പറഞ്ഞിട്ടും ജാരിയ വാതിൽ തുറന്നില്ല. ആ പാവം പടിയിറങ്ങി ഹാജറയുടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ വീടെല്ലാം പൂട്ടിയിരിക്കുകയാണ്. വയറ്റിൽ വിശപ്പിന്റെ തീയാളുകയാണ്. മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ വേച്ച് വേച്ച് ആ പാവം സ്ത്രീ വീടിന്റെ പടിയിലിരുന്നു. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? ആരാണ് പടച്ചവനെ എനിക്ക് ഈ ഭൂമിയിലുള്ളത്? ഖദീജ താത്ത തളർച്ചയുടെ ആ പടിയിൽ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാർ വീട്ടുമുറ്റത്തെത്തി. മക്കളെ, ഒരു നിലവിളിയോടെ ഖദീജ താത്ത അവരുടെ അടുത്തേക്ക് ഏന്തി വന്നു. മോളെ ഹാജറ, മോളെ ഹാജറ, കനിയൂ നീ എന്നോട്. മോളെ ഹാജറ, മോളെ ഹാജറ, മോനെ ഹബീബേ, മോനെ ഹബീബേ, ഉമ്മാന്റെ വിശപ്പ് നീ കാണുന്നില്ലേ, കാണുന്നില്ലേ? ഉരുകുന്നു ഞാൻ, അലയുന്നു ഞാൻ, വിശപ്പിന്റെ കാഠിന്യം അറിയുന്നു ഞാൻ. ഉരുകുന്നു ഞാൻ, അലയുന്നു ഞാൻ, വിശപ്പിന്റെ കാഠിന്യം അറിയുന്നു ഞാൻ. മോളെ ഹാജറ, മോളെ ഹാജറ, കനിയൂ നീ എന്നോട്. മോളെ ഹാജറ, മോളെ ഹാജറ, മോനെ ഹബീബേ, മോനെ ഹബീബേ, ഉമ്മാന്റെ വിശപ്പ് നീ കാണുന്നില്ലേ, കാണുന്നില്ലേ? ഉരുകുന്നു ഞാൻ, അലയുന്നു ഞാൻ, വിശപ്പിന്റെ കാഠിന്യം അറിയുന്നു ഞാൻ. ഉരുകുന്നു ഞാൻ, അലയുന്നു ഞാൻ, വിശപ്പിന്റെ കാഠിന്യം അറിയുന്നു ഞാൻ. ഉരുകുന്നു ഞാൻ, അലയുന്നു ഞാൻ, വിശപ്പിന്റെ കാഠിന്യം അറിയുന്നു ഞാൻ. മോളെ ഹാജറ, മോളെ ഹാജറ, കനിയൂ നീ എന്നോട്. മോളെ ഹാജറ, മോളെ ഹാജറ, കനിയൂ നീ എന്നോട്. മോളെ ഹാജറ, മോളെ ഹാജറ, മോനെ ഹബീബേ, മോനെ ഹബീബേ, ഉമ്മാന്റെ വിശപ്പ് നീ കാണുന്നില്ലേ, കാണുന്നില്ലേ? ഖദീജ താത്തയെ കണ്ട ഹാജറയും ഹബീബും ഒരുമിച്ച് പറഞ്ഞു. അല്ല, ഉമ്മ ഇനിയും പോയില്ലേ? മോനെ ഹബീബേ, ഉമ്മാനെ ജാരി പുറത്താക്കി വാതിലടിച്ചു. മോനെ, ഞാനൊന്നും കഴിച്ചിട്ടില്ല മോനെ, എനിക്കെന്തിനും ഉണ്ടാക്കിത്തരാൻ പറ. ഈ സമയം ഹബീബ് ഹാജറയുടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യത്തോടെയുള്ള ഹാജറയുടെ മുഖം കണ്ടപ്പോൾ ഹാജറയോട് ഒന്നും പറയാൻ ഹബീബിന് കഴിഞ്ഞില്ല. ഹബീബ് അല്പം ഗൗരവത്തോടെ ഖദീജ താത്തയോട് പറഞ്ഞു. ഉമ്മ, നിങ്ങൾക്കറിയില്ലേ ഇന്നിവിടെ നിൽക്കേണ്ട ദിവസമല്ലെന്ന്? ഇന്ന് ഇക്കയുടെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമല്ലേ? ഞാൻ എങ്ങനെയാ ഹാജറയോട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയുക? മോനെ ഹബീബേ, അങ്ങനെ പറയില്ലടാ. നിന്റെ ഉമ്മയാടാ പറയുന്നത്. നിന്നെ 10 മാസം ഗർഭം ചുമന്ന് പോറ്റി വളർത്തിയ നിന്റെ സ്വന്തം ഉമ്മ. മോളെ ഹാജറ, ഉമ്മക്ക് എന്തിനു ഉണ്ടാക്കിത്താ മോളെ. മോനെ ഹബീബേ, നിന്റെ ഉമ്മയാടാ പറയുന്നത്. അവസാനം ഹബീബ് ഹാജറോട് പറഞ്ഞു, ഹാജറ, ഉമ്മക്ക് എന്തിനു ഉണ്ടാക്കി കൊടുക്ക്. ഈ സമയം ഹാജറ ദേഷ്യത്തോടെ പറഞ്ഞു, ഹബീബിക്ക, നിങ്ങൾക്കറിയില്ലേ എത്ര ദിവസമായി ടൂർ പോകാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് സ്വസ്ഥമായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചതാ. ഛേ, നാശം. ഹാജറ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. എല്ലാം നിറക്കണ്ണുകളോടെ നോക്കുവാൻ മാത്രമാണ് ഖദീജ താത്താക്ക് കഴിഞ്ഞത്. കുറച്ചു സമയത്തിനുള്ളിൽ ഹാജറ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. ഖദീജ താത്ത അത് ആർത്തിയോടെ കുടിച്ചു.
അന്ന് രാത്രി നാസറും ഹബീബും അവരുടെ ഭാര്യമാരും ഒത്തുകൂടി ചർച്ച ഉമ്മയെക്കുറിച്ചാണ്. നാസറിനെയും ഹബീബിനെയും മുമ്പിൽ നിർത്തി ഹാജറയും ജാരയും തർക്കിക്കുകയാണ്. രണ്ടുപേരുടെയും ആവശ്യം ഒന്നു മാത്രം. മരവിച്ച മനസ്സുമായി മക്കൾ പറഞ്ഞേ, മണ്ണും വിണ്ണും ഇത് കേട്ട് തേങ്ങിക്കരഞ്ഞേ. മരവിച്ച മനസ്സുമായി മക്കൾ പറഞ്ഞേ, മണ്ണും വിണ്ണും ഇത് കേട്ട് തേങ്ങിക്കരഞ്ഞേ. മാതാവിൻ അമൃത് മറന്ന് മക്കൾ മൊഴിഞ്ഞേ, മുറ്റത്തെ പൂമൊട്ടുകൾ വാടിക്കരിഞ്ഞേ. വാ ഉമ്മ കുന്തിറ ഉമ്മ കുന്തി അലീമ ഫസിർത്തി മലൂമ. വാ ഉമ്മ കുന്തിറ ഉമ്മ കുന്തി അലീമ ഫസിർത്തി മലൂമ. മരവിച്ച മനസ്സുമായി മക്കൾ പറഞ്ഞേ, മണ്ണും വിണ്ണും ഇത് കേട്ട് തേങ്ങിക്കരഞ്ഞേ. മരവിച്ച മനസ്സുമായി മക്കൾ പറഞ്ഞേ, മണ്ണും വിണ്ണും ഇത് കേട്ട് തേങ്ങിക്കരഞ്ഞേ. ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനൊരുങ്ങി മക്കളന്ന് വഞ്ചനയാലെ വീട് വിട്ട് ഇറങ്ങി. ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനൊരുങ്ങി മക്കളന്ന് വഞ്ചനയാലെ വീട് വിട്ട് ഇറങ്ങി. ആകാശവും ഭൂമിയും ഇത് കണ്ട് തേങ്ങി. അകലെ മലഞ്ചെരുവിൽ ഉമ്മയൊറ്റയ്ക്കായി, ഉമ്മയൊറ്റയ്ക്കായി. വാ ഉമ്മ കുന്തിറ ഉമ്മ കുന്തി അലീമ ഫസിർത്തി മലൂമ. വാ ഉമ്മ കുന്തിറ ഉമ്മ കുന്തി അലീമ ഫസിർത്തി മലൂമ. മരവിച്ച മനസ്സുമായി മക്കൾ പറഞ്ഞേ, മണ്ണും വിണ്ണും ഇത് കേട്ട് തേങ്ങിക്കരഞ്ഞേ. മാതാവിൻ അമൃത് മറന്ന് മക്കൾ മൊഴിഞ്ഞേ, മുറ്റത്തെ പൂമൊട്ടുകൾ വാടിക്കരിഞ്ഞേ. മരവിച്ച മനസ്സുമായി മക്കൾ പറഞ്ഞേ, മണ്ണും വിണ്ണും ഇത് കേട്ട് തേങ്ങിക്കരഞ്ഞേ. മാതാവിൻ അമൃത് മറന്ന് മക്കൾ മൊഴിഞ്ഞേ, മുറ്റത്തെ പൂമൊട്ടുകൾ വാടിക്കരിഞ്ഞേ. മുറ്റത്തെ പൂമൊട്ടുകൾ വാടിക്കരിഞ്ഞേ. മാന്യശ്രോതാക്കളെ, പ്രായമായ മാതാപിതാക്കൾ ആദ്യകാലത്ത് വീടിന് പുണ്യമായി കരുതിയിരുന്നു. അവർ മക്കളുടെ അന്തസ്സും അഭിമാനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സുകളിൽ മാതാവിനോടും പിതാവിനോടും എക്കാലവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, ആധുനികതയുടെ അണുകുടുംബ വ്യവസ്ഥിതിയിൽ ഇവർ കണ്ണിലെ കരടാണ്. സ്റ്റാറ്റസിന് കോട്ടം വരുത്തുന്ന പഴഞ്ചരക്കുകളാണ്. വീടുകളിലും മാതാവിനെയും പിതാവിനെയും വീടിൻ്റെ ശാപമായി കാണുന്നു. എന്നാൽ മാതാവിൻ്റെ പാദങ്ങൾക്കടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചക അധ്യാപനം ഓർക്കാൻ ആർക്കും സമയമില്ല. നാം മാത്രം മതിയെന്ന് കരുതുന്ന നവലോക തീരുമാനമാണ് ആ മക്കളും തിരഞ്ഞെടുത്തത്. ഖദീജ താത്ത എവിടെ താമസിക്കണം? ഈ ചോദ്യത്തിന് മരുമക്കൾക്കെല്ലാം ഒരേ ഒരു മറുപടി മാത്രം: എൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. പിന്നെ എന്തു ചെയ്യും? ആ പാവം സ്ത്രീയുടെ വയറ്റിലൂടെ പിറന്ന ആൺമക്കളുടെ ചിന്ത ആ വഴിക്കായി. അവസാനം നാസർ തൻ്റെ ബുദ്ധിയുടെ വിസ്താരം കാണിച്ചുകൊണ്ട് പറഞ്ഞു: എൻ്റെ ഒരു കക്ഷിയുണ്ട്, തങ്കമണി. അവരുടെ വീട് അങ്ങ് ദൂരെ കുന്നിൻ ചെരുവിലാണ്. നമുക്ക് ഉമ്മയെ അവിടെ കൊണ്ടുപോയി വിടാം. അതാവുമ്പോൾ ഇവിടെ ആരും അറിയുകയുമില്ല. നാസറിൻ്റെ ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവരറിയുന്നില്ല ആ ഉമ്മാക്ക് ആവശ്യം അവരുടെ മക്കളുടെ സ്നേഹമാണെന്ന്, അവരുടെ സാന്ത്വനമാണെന്ന്. പിറ്റേന്ന് തന്നെ ഖദീജ താത്തയുടെ അടുത്തേക്ക് മക്കൾ വന്നു. കയ്യിൽ പുതുവസ്ത്രങ്ങളുടെ പാക്കറ്റുകൾ, മുഖത്ത് ചിരി. ഖദീജ താത്താൻ്റെ കൽബിൽ നിന്ന് സന്തോഷമുയർന്നു. പടച്ച റബ്ബേ, എത്ര കാലമായ മക്കളെ ഈ രീതിയിലൊന്ന് കണ്ടിട്ട്. റബ്ബേ, നിനക്കാണ് സ്തുതി. ആ സ്ത്രീ കൈകൾ ഉയർത്തി നന്ദി പറഞ്ഞു. പക്ഷേ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിക്ക് മക്കളോടൊപ്പം കാറിൽ യാത്ര തിരിക്കുമ്പോൾ ഖദീജ താത്ത അറിഞ്ഞില്ല തന്നെ മക്കളെല്ലാം കുപ്പത്തൊട്ടിയിലേക്ക് തള്ളുന്ന പാഴ്വസ്തുവാക്കിയിരിക്കുന്നുവെന്ന്. അങ്ങ് ദൂരെ വിജനമായ മലഞ്ചെരുവിൽ ആ കാർ നിന്നു. മുമ്പിലൊരു കൊച്ചുകൂര. അതിൽ നിന്ന് തടിച്ചൊരു സ്ത്രീ ഇറങ്ങി വന്നു, തങ്കമണി. ഖദീജ താത്താക്ക് ഒന്നും മനസ്സിലായില്ല. അവർ നാസറിനെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു:
മോനെ നാസറെ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ നാസർ പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്കറിയാലോ, എനിക്കും ഹബീബിനും ജോലി തിരക്ക് കാരണം നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതൊന്നുമില്ലാതെ ഉമ്മാക്കിവിടെ സ്വസ്ഥമായി കഴിയാം. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തങ്കമണി നോക്കിക്കൊള്ളും. ഞങ്ങൾ ഒഴിവിനനുസരിച്ച് വരികയും ചെയ്യാം. ഖദീജ താത്താക്ക് നാവിറങ്ങിപ്പോയ പോലെ തോന്നി. ഒരു വാക്കും പറയാനാവുന്നില്ല. എൻ്റെ മോൻ നാസർ തന്നെയാണോ ഇത് പറയുന്നത്? ഖദീജ താത്ത തളർച്ചയോടെ നിലത്തിരുന്നു. ചുറ്റും ലോകം കറങ്ങുന്ന പോലെ. ഇതിനിടെ കാർ സ്റ്റാർട്ടാവുന്നതും പോകുന്നതും അവ്യക്തമായി അറിഞ്ഞു. തള്ളേ, ആ മൂലക്ക് പോയി കിടന്നോ? തങ്കമണിയുടെ ആദ്യ വാക്കുകൾ അതായിരുന്നു. പിന്നീട് അവിടെ പെരുമാറ്റത്തിനും സംസാരത്തിനും മയം തീരെ ഇല്ലാതെയായി. ആ വീട്ടിലെ ജോലികളും ഖദീജ താത്താൻ്റെ തലയിൽ തന്നെയായി. ദുരിതപൂർണമായ ദിനരാത്രങ്ങൾ. ആരോട് പറയാൻ? ഖദീജ താത്ത നെടുവീർപ്പോടെ അവിടെ കഴിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം അതാ മക്കളുടെ കാർ വരുന്നു. ഖദീജ താത്തയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഹബീബും നാസറും ഭാര്യമാരും കാറിൽ നിന്നിറങ്ങി. തങ്കമണിയോട് എന്തൊക്കെയോ സംസാരിച്ചു. കുറച്ച് പണം അവളെ ഏൽപ്പിച്ചു. പിന്നെ അതാ തിരിച്ച് കാറിൽ തന്നെ കയറുന്നു. എൻ്റെ റബ്ബേ, എൻ്റെ മക്കളെന്താ എൻ്റെ അടുത്തേക്ക് വരാത്തെ? ഖദീജ താത്ത കൽബകം പൊട്ടിക്കരഞ്ഞു. കാറ് നേരെ ഏന്തി ഓടി. ഖദീജ താത്ത ഉറക്കെ വിളിച്ചു, മോനെ ഹബീബേ, മോനെ നാസറേ, എന്നെയും കൊണ്ടുപോടാ. മക്കളെ, എനിക്കവിടെ നിൽക്കണ്ട. തങ്കമണി, എനിക്ക് പേടിയാണ് മക്കളെ. മക്കളെ, എന്നെയും കൊണ്ടുപോടാ. നിങ്ങളുടെ ഉമ്മയാടാ പറയുന്നത്. മക്കളെ. പക്ഷേ ആ കാർ പൊടി പറത്തി തിരിച്ചുപോയി. തങ്കമണിയുടെ കൈകൾ ഖദീജ താത്തയെ പിടിച്ചു വലിച്ച് വീടിനകത്താക്കി. എൻ്റെ മക്കളെ. ആ സാധു സ്ത്രീ കരഞ്ഞു തളർന്നു. കൺമുമ്പിൽ കഴിഞ്ഞു പോയ കാലം തെളിഞ്ഞു. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട കാലം. അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി കഴുത്തിലും കയ്യിലുമുള്ള ആഭരണങ്ങൾ ഊരുമ്പോഴും മനസ്സിൽ വേദനയല്ല, സന്തോഷമായിരുന്നു. ഞാനും മക്കളെ ബാപ്പയും ഭക്ഷണം കഴിക്കാതെ അവർക്ക് വേണ്ടി മാറ്റിവെച്ച നാളുകൾ. അവർക്ക് അസുഖം വന്നാൽ, അവർ വീണാൽ ഈ ഉമ്മയുടെ മനസ്സിനായിരുന്നു വേദന. ഓർമ്മകൾ ഖദീജ താത്താൻ്റെ സങ്കടം പിന്നെയും വർദ്ധിപ്പിച്ചു. ആ മനസ്സിൽ ചിലത് തോന്നി തുടങ്ങി. ഇല്ല, ഈ മക്കൾക്ക് ഇനി ഞാനൊരു ഭാരമാകേണ്ട. അന്ന് രാത്രി ഇരുട്ടിലൂടെ ഖദീജ താത്ത നടന്നു. ദൂരേക്ക് ദിക്കറിയാതെ, ലക്ഷ്യമില്ലാതെ. തെരുവിൽ അലയുന്നു പാവം ഉമ്മ, തണലേകനാളില്ലാതെ കഴിയും ഉമ്മ. തെരുവിൽ അലയുന്നു പാവം ഉമ്മ, തണലേകനാളില്ലാതെ കഴിയും ഉമ്മ. താങ്ങായി നിൽക്കേണ്ട മക്കൾ ഇന്ന് നൽകിയതാളി കോലമിന്ന്, നൽകിയതാളി കോലമിന്ന്. തെരുവിൽ അലയുന്നു പാവം ഉമ്മ, തണലുകനാളില്ലാതെ കഴിയും ഉമ്മ. താങ്ങായി നിൽക്കേണ്ട മക്കൾ ഇന്ന് നൽകിയതാളി കോലമിന്ന്. അല്ലാ അല്ലാ വഹ്ഫദ്നി, അല്ലാ അല്ലാ വൻസുർനി, അല്ലാ അല്ലാ വഹ്ഫദ്നി, അല്ലാ അല്ലാ വൻസുർനി. തെരുവിൽ അലയുന്നു പാവം ഉമ്മ, തണലുകനാളില്ലാതെ കഴിയും ഉമ്മ. താങ്ങായി നിൽക്കേണ്ട മക്കൾ ഇന്ന് നൽകിയതാണീ കോലമിന്ന്. അല്ലാ അല്ലാ വഹ്ഫദ്നി, അല്ലാ അല്ലാ വൻസുർനി, അല്ലാ അല്ലാ വഹ്ഫദ്നി, അല്ലാ അല്ലാ വൻസുർനി, അല്ലാ അല്ലാ വഹ്ഫദ്നി, അല്ലാ അല്ലാ വൻസുർനി, അല്ലാ അല്ലാ വഹ്ഫദ്നി, അല്ലാ അല്ലാ വൻസുർനി. ഇന്ന് ആ ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തെരുവീതികളിലൂടെ അലയുകയാണ് ആ ഉമ്മ. വയറ് കത്തുമ്പോൾ ഭിക്ഷയാചിക്കുകയാണ് ആ ഉമ്മ. ഒരു പിടി ചോറിന് കൈ നീട്ടുകയാണ് ആ ഉമ്മ. ചപ്പ് ചവറുകൾ വാരി വിറ്റ് തുച്ഛമായി കിട്ടുന്ന നാണയത്തുട്ടുകളിലൂടെ ജീവിക്കുകയാണ് ആ ഉമ്മ. കടത്തെണ്ണയും ബസ് സ്റ്റോപ്പുകളും തല ചായ്ക്കാനുള്ള ഇടങ്ങളായി. നിങ്ങൾ കാണുന്നില്ലേ, നിർജീവമായ മനസ്സുമായി അവരതാ ആ മരച്ചുവട്ടിൽ തളർന്നു കിടക്കുന്നു. റബ്ബല്ലാതെ ആ പാവത്തിന് ദുനിയാവിൽ ആരും കൂട്ടിനില്ല. ഉമ്മയെ കാണാത്തതിൽ ഹബീബിനും നാസറിനും വിഷമമുണ്ടായിരുന്നു. എന്നാൽ ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ഭാര്യമാരുടെ മുമ്പിൽ അവർ ആ വിഷമം മറന്നു. ദുനിയാവിൻ്റെ സുഖത്തിൽ അവരും ആ ഉമ്മയെപ്പറ്റി ചിന്തിക്കാതെയായി. മാസങ്ങൾ പലതും കഴിഞ്ഞു.
പതിവ് പോലെ ഡോക്ടർ ഹബീബ് പരിശോധന കഴിഞ്ഞ് കാറിൽ വരികയാണ്. പെട്ടെന്ന് കാർ നിന്നപ്പോൾ ഹബീബ് ഡ്രൈവറോട് ചോദിച്ചു, എന്ത് പറ്റി ഡ്രൈവർ? സാർ, ഗേറ്റ് അടച്ചു, ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് ഗേറ്റ് തുറക്കൂ. ഹബീബ് കാറിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റിലും നോക്കിക്കൊണ്ട് കാറും ചാരി നിന്നു. അപ്പോഴതാ റോഡരികിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഒരു ഭിക്ഷാടന സംഘം. അയാൾ അവരെ നോക്കി. അവിടെ ആ മരച്ചില്ലിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്. അതിലൊരു കുഞ്ഞു കിടന്ന് കരയുന്നു. കരച്ചിൽ കെട്ട് മുഷിഞ്ഞു നാറിയ വസ്ത്രമിട്ട ഒരു സ്ത്രീ ഓടി വന്ന് തൊട്ടിലാട്ടി. കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. ആ സ്ത്രീ കുട്ടിയെ എടുത്ത് മരച്ചുവട്ടിലിരുന്ന് പാല് കൊടുക്കുവാൻ തുടങ്ങി, ഒപ്പം കൈകൾ കൊണ്ട് അതിനെ തലോടാനും. പെട്ടെന്ന് ഹബീബിന്റെ മനസ്സിൽ ഉമ്മയുടെ രൂപം തെളിഞ്ഞു. ആ ചുണ്ടിൽ അറിയാതെ ആ നാമം വന്നു, ഉമ്മ, എൻ്റെ ഉമ്മ. ആ സമയത്ത് തന്നെ അതാ ഒരു ഗാനം കേൾക്കുന്നല്ലോ. എവിടെ നിന്നാണ് ആ ഗാനം? ആ ഈരടികൾ കൂടുതൽ ശക്തിയോടെ ഹബീബിന്റെ ശ്രവണപുടത്തിൽ വന്നടിച്ചു. റബ്ബേ, എവിടെ നിന്നാണ് ആ ശബ്ദം? എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണോ? ഹബീബ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അവിടെ അതാ 2 ഭിക്ഷയാചിക്കുന്ന കുട്ടികളാണ് ആ ഗാനം ആലപിക്കുന്നത്. മനസ്സിൽ വേദന ഇരമ്പുന്നു, ശരീരമാകെ വിയർപ്പിൽ മുങ്ങുന്നു. ഉമ്മ, ഉമ്മ, സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ് ഉമ്മ. 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചവരാണ് ഉമ്മ. കഷ്ടപ്പാടുകൾ സഹിച്ച്, വേദനകൾ സഹിച്ച് പോറ്റി വളർത്തിയ സ്ത്രീയാണ് ഉമ്മ. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം ഉമ്മയുടെ സ്ഥാനത്തെത്തുകയില്ല. ഉമ്മ സ്നേഹമാണ്, സ്നേഹം, സ്നേഹം മാത്രം. ഉമ്മ, ഉമ്മ, എൻ്റെ ഉമ്മ. ഇന്ന് എൻ്റെ ഉമ്മ എവിടെയാണ്? അള്ളാഹു പൊറുക്കില്ല ഹബീബേ, അള്ളാഹു പൊറുക്കില്ല ഹബീബേ. അയാളുടെ കൽബ് ശക്തിയായി മന്ത്രിച്ചു. ശരീരം തളരുന്നു,
കാറിനടുത്തേക്ക് വേച്ച് വന്നു. ഹബീബ് ഡോർ തുറന്ന് സീറ്റിലേക്ക് തളർന്നിരുന്നു. എവിടെയായിരിക്കും എൻ്റെ ഉമ്മ? അയാളുടെ അകക്കണ്ണിൽ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പാറി നടന്നു. ഒരു ദിവസം പനി പിടിച്ച് താൻ കിടന്നപ്പോൾ വേദനിക്കുന്ന മനസ്സുമായി കഴിഞ്ഞിരുന്ന ഉമ്മ, ഊണും ഉറക്കവുമില്ലാതെ തന്നെ പരിചരിച്ചിരുന്ന ഉമ്മ, മോനെ ഹബീബേ, എൻ്റെ മോൻ്റെ പനി ഭേദമുണ്ടോ? മോനെ ഹബീബേ, ഇതാ ഈ കഞ്ഞി കുടിക്കും മോനെ. എനിക്ക് വേണ്ട ഉമ്മ, അത് പറയല്ലേ. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ട ഉമ്മ, ഉമ്മ ഭക്ഷണം കഴിച്ചോ? വേണ്ട, എനിക്ക് വെന്നും വേണ്ട. എൻ്റെ മോൻ ഭക്ഷണം കഴിക്കാതെ, എൻ്റെ മോൻ ഉറങ്ങാതെ ഇല്ല, ഈ ഉമ്മാക്ക് ഒന്നിനും കഴിയില്ല. ആ ഉമ്മ 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മോൻ്റെ രോഗം എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണേ. ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. എൻ്റെ ഉമ്മയെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പടച്ച റബ്ബേ, ദുനിയാവിൻ്റെ മത്ത് പിടിച്ച് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഉമ്മയോട് ചെയ്തത്? എന്നോട് പൊറുക്കണേ. ഹബീബിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നിൽക്കുന്നില്ല, അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാർ ഓടി വീട്ടിലെത്തി. ഹബീബ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ ഹാജർ പുഞ്ചിരി തൂയിക്കൊണ്ട് ഹബീബിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ ഇന്നൊരു വെല്ലായ്മ? ഹബീബ് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് നടന്നു. പിന്നാലെ ചെന്ന ഹാജരയോട് അയാൾ ഒന്ന് മാത്രം പറഞ്ഞു, ഉമ്മ, എൻ്റെ ഉമ്മ. ഹബീബിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഓ, അപ്പൊ അതാ പ്രശ്നം. വേണ്ടാത്ത സങ്കടമൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട, ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഹാജര പുച്ഛത്തോടെ ഹബീബിനോട് പറഞ്ഞു. ഈ സമയം ഹബീബിന്റെ വലത് കൈ ഹാജരയുടെ മുഖത്തേക്ക് ചീരിയടിച്ചു. അടികൊണ്ട് പൊളഞ്ഞു പോയ ഹാജര ഭർത്താവിനെ നോക്കി. ആദ്യമായാണ് ഹബീബിന്റെ മുഖത്ത് ഈ ഒരു ഭാവം. അവൾ പേടിച്ചു പോയി. കാര്യം പറഞ്ഞേക്കാം, ഉമ്മയെക്കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടിയാൽ ഇനിയും കിട്ടും. നിനക്കറിയുമോ, നീ കാരണമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. എന്നെ പ്രസവിച്ച് പോറ്റി വളർത്തിയ എൻ്റെ സ്വന്തം ഉമ്മയെ. അതിപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ കുട്ടികൾ നാളെ വലുതായി അവരുടെ ഭാര്യമാർ നിന്നോട് ഇതുപോലെ പെരുമാറിയാൽ അന്ന് നിനക്ക് മനസ്സിലാവും. ഞാൻ പോകുകയാണ് എൻ്റെ ഉമ്മയെ തേടി. കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, സത്യം. ഹബീബ് കൊടുങ്കാറ്റ് പോലെ കാറിനടുത്തേക്ക് പോയി. ഹാജര കവിൾത്തടം പൊത്തിപ്പിടിച്ച് സോഫയിലിരുന്നു. അവളുടെ മനസ്സിൽ കുറ്റബോധം മെല്ലെ മെല്ലെ നിറയുകയായിരുന്നു. ഹബീബ് നേരെ പോയത് നാസറിന്റെ വീട്ടിലേക്കായിരുന്നു. ഹബീബിന്റെ വാക്കുകൾ കൊടുങ്കാറ്റ് കണക്കെയാണ് നാസറിന്റെ മനസ്സിലേക്ക് വീശിയത്. അയാളും പൊട്ടിക്കരഞ്ഞു, റബ്ബേ, ഞങ്ങളോട് പൊറുക്കണേ. അവരിറങ്ങി അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ തേടി, ആ കാല് പിടിച്ച് മാപ്പ് പറയാൻ. ഇല്ല, കാണുന്നില്ല. ഒരിടത്തും അവർക്ക് ഉമ്മയെ കാണാനാവുന്നില്ല. അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു. വൈകുന്നേരമായി, രാത്രിയായി. ഇല്ല, ഖദീജത്താത്തയെ കാണാനാവുന്നില്ല. ഉമ്മ എവിടെയാണ്? ഹബീബ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരഞ്ഞു. നാസറും. ഒടുവിൽ അവർ ഭിക്ഷാടന സംഘങ്ങൾ കിടക്കുന്ന സ്ഥലത്തെത്തി. ഹബീബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇക്ക ഓടിവാ, ഉമ്മ, നമ്മുടെ ഉമ്മ. അതാ ഖദീജത്താത്ത കിടക്കുന്നു. കീറിയ വസ്ത്രങ്ങളോടെ, ആകെ ചെളി പുരണ്ട ശരീരം ചുരുണ്ടു കൂടി കിടക്കുന്നു. ഉമ്മ. അവർ കരഞ്ഞുകൊണ്ട് ആ കാലുകളിൽ പിടിച്ചു. ഖദീജത്താത്ത ഞെട്ടി ഉണർന്നു. എന്തു പറ്റി മക്കളെ നിങ്ങൾക്ക്?
മറ്റെല്ലാം മറന്ന ആ ഉമ്മയുടെ നാവിൽ നിന്ന് അപ്പോഴും വന്നത് എന്ത് പറ്റി എൻ്റെ മക്കൾക്ക് എന്നായിരുന്നു. അവർ വീണ്ടും വിളിച്ചു, ഉമ്മ ഉമ്മ. ഖദീജ താത്ത പരിഭ്രാന്തിയോടെ പറഞ്ഞു, മക്കളെ, ദയവ് ചെയ്ത് എന്നെ തങ്കമണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. തങ്കമണി, എനിക്ക് പേടിയാണ് മക്കളെ. എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞാനിവിടെ ജീവിച്ചു കൊള്ളാം. ദയവ് ചെയ്ത് എന്നെ കൊണ്ടുപോകരുത്. ഭയത്താൽ വിറക്കുന്ന ഖദീജ താത്തയുടെ വാക്കുകൾ കേട്ടപ്പോൾ നാസറിനും ഹബീബിനും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഉമ്മയെ മാറോട് ചേർത്ത് പിടിച്ചു. ഉമ്മ ഉമ്മ, പൊന്നുമ്മ, ഈ മക്കൾക്ക് മാപ്പ് താ. ഉമ്മ ഞങ്ങളെ ശപിക്കരുത്, മാപ്പ് തരണം. പാപികളായ മക്കൾക്ക് ഉമ്മ മാപ്പ് തരണം. ഹബീബും നാസറും കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ഖദീജ താത്ത ഒരു നിമിഷം ചിന്തിച്ചു, തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയ എൻ്റെ മക്കൾ തന്നെയാണോ ഈ പറയുന്നത്? ഖദീജ താത്ത പറഞ്ഞു, എന്താ ഇത്? എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? ഈ ഉമ്മാക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയുമോ? ഈ വയറ്റിലും ഈ കൈകളിലും പോറ്റിയതാ നിങ്ങളെ. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ ശപിക്കും? പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ വെറുക്കും? സാരില്ല, കഴിഞ്ഞതൊക്കെ പോട്ടെ. എനിക്കെൻ്റെ മക്കളെ കിട്ടിയല്ലോ, അത് മതി. ഖദീജ താത്ത തൻ്റെ മക്കളെ തലോടിക്കൊണ്ട് പറഞ്ഞു, മക്കൾ കരയരുത്, അത് കാണാനുള്ള ശേഷി ഈ ഉമ്മാക്കില്ല. ഹബീബും നാസറും ഖദീജ താത്തയുടെ കൈ പിടിച്ച് കാറിനടുത്തേക്ക് കൊണ്ടുപോയി. കാറിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഉമ്മ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി. അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് നീ നന്മ മാത്രം പ്രദാനം ചെയ്യണേ. മാന്യ സഹോദരി സഹോദരന്മാരെ, ഈ ഉമ്മയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഉമ്മ സ്നേഹമാണ്, സ്നേഹം മാത്രം. മാതാവിൻ്റെ പാദങ്ങൾക്കടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചക അധ്യാപനം ഒരിക്കലും നാം മറന്നു പോകരുത്. 1000 പോറ്റുമ്മ വന്നാലും പെറ്റുമ്മയുടെ സ്നേഹം ലഭിക്കുകയില്ല. എന്തിനേറെ പറയണം, നമ്മുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ആ മാതൃഹൃദയം വേദനിക്കുന്നു. അള്ളാഹുവേ, എൻ്റെ പൊന്നു മോൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചല്ലോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ രാവും പകലും പട്ടിണി കിടക്കുന്ന, ഉറക്കമൊഴിവാക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ സ്നേഹമാണ്. ഉമ്മ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയെ സ്നേഹിക്കുക. അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവരെ സമാധാനപ്പെടുത്തുക. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.